ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പിന്നെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഐഡിയ നമ്മൾ കൺവേ ചെയ്യുന്നു, അതായത് ഒരു ലാംഗ്വേജ് ടൂൾ ഉപയോഗിച്ച്. ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. അതുപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഐഡിയാസ് കൺവേ ചെയ്യുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ മോഡൽ അഥവാ ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രക്രിയയുടെ പിക്ചർ റെപ്രസെൻറ്റേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് നമ്മളുടെ ഐഡിയ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനുവേണ്ടി പലതരത്തിലുള്ള മോഡലുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഐഡിയാസും തോട്ട്സും കോൺസെപ്റ്റ്സും ഒക്കെയാണ് ഈ പിക്ചർ ഉപയോഗിച്ച് നമ്മൾ കൺവേ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ചിത്രരൂപത്തിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ. എന്തിനാണ് ഈ മോഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയയും ചിന്തകളും കോൺസെപ്റ്റ്സും ഒക്കെ പിക്ചർ വഴി റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതൊരു സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ പ്രോസസ്സാണ്. അതായത് ഈ മോഡലിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നു. ചിത്രം വഴിയാണ് കാണിച്ചു തരുന്നത്. ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ മോഡൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് ഐഡിയ എത്തുന്നത് വരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അത് ഇഫക്റ്റീവ് ആയെങ്കിൽ മാത്രമേ കേൾക്കുന്നയാൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കേൾക്കുന്നയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവില്ല. അപ്പോൾ അത് ഫീഡ്ബാക്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ഫീഡ്ബാക്കിലൂടെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എത്ര എഫക്റ്റീവ് ആണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് നമുക്കെപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻഹാൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. കമ്മ്യൂണിക്കേഷൻ മോഡൽസ് എപ്പോഴൊക്കെയാണ് പ്രാധാന്യമർഹിക്കുന്നത്? വൈ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആർ ഇമ്പോർട്ടൻറ്റ്? എന്തൊക്കെ റീസൺസ് ആണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഇമ്പോർട്ടൻ്റ് ആക്കുന്നതിലേക്ക് നയിക്കുന്നത്? അതിലൊന്നാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുക. അനലൈസിങ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്. കമ്മ്യൂണിക്കേഷനിൽ വന്നിരിക്കുന്ന പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുക. എൻഹാൻസിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുക. ഗൈഡിങ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനെ ഗൈഡ് ചെയ്യുക. മെസ്സേജ് ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുക. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതുപോലെ പ്ലാനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻസ്. കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് വൈ കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ആർ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയേണ്ട ഒരുപാട് റീസൺസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺവേയിങ് അവർ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് ഓർ തോട്ട്സ് ടു അതേഴ്സ്. ദെൻ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ദാറ്റ് ഈസ് ആക്ച്വലി പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിക്ചർ ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്സും നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും മനസ്സിലാക്കുന്നത്. എപ്പോഴും ഏത് ഫീൽഡിലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്കിൽ അച്ചീവ്മെൻറ്റും കൂടിയാണ്. അടുത്തതായിട്ട് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്തരത്തിലുള്ള മോഡൽസാണ് ഉള്ളത്? ഒന്ന്, അരിസ്റ്റോട്ടിൽസ് മോഡൽ. അരിസ്റ്റോട്ടിൽ മോഡൽ ഓഫ്
കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 5 മെയിൻ എലമെൻ്റാണ് ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. 5 മെയിൻ എലമെൻറ്റ്സ്. അരിസ്റ്റോട്ടിൽസ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് 5 മെയിൻ എലമെൻ്റാണ്. അതിൽ ഒന്നാമത്തതാണ് സ്പീക്കർ. ആരാണ് മെസ്സേജ് കൺവേ ചെയ്യുന്നത്? ആരാണ് മെസ്സേജ് കൺവേ ചെയ്യുന്നത് എന്നാണ് ഒന്നാമത്തത്. അരിസ്റ്റോട്ടൽസ് മോഡൽസിൽ ഒന്നാമത്തതാണ് സ്പീക്കർ. ആരാണോ മെസ്സേജ് കൺവേ ചെയ്യുന്ന ആൾ. അടുത്തത് സ്പീച്ച്. എന്താണ് മെസ്സേജ്? മൂന്നാമത്തത് ഒക്കേഷൻ. എവിടെ, എപ്പോൾ, എന്തുകൊണ്ടാണ് ഈ മെസ്സേജ് കൺവേ ചെയ്യപ്പെടേണ്ടത്? അടുത്തത് ടാർഗറ്റ് ഓഡിയൻസ്. സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ആർക്ക് വേണ്ടിയാണ് ഇത് എഫക്റ്റീവ് ആവുന്നത്? ഏത് ഓഡിയൻസിൻ്റെ ഇടയിലായിരിക്കണം? അടുത്തത് ഇഫക്റ്റ്. എന്ത് ഇമ്പാക്റ്റാണ് ഈ മെസ്സേജ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? അപ്പോൾ ഒന്നുകൂടി പറയാം. സ്പീക്കറുണ്ട്, ആര് മെസ്സേജ് കൊടുക്കുന്നു, എന്താണ് മെസ്സേജ്, ഏതവസരത്തിൽ, ആരാണ് ഓഡിയൻസ്, എന്ത് തരത്തിലുള്ള മെസ്സേജ് ആണ് കൊടുത്തിരുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ്, ആ മെസ്സേജിൻ്റെ ഇമ്പാക്റ്റ് എന്നത് എന്താണ് എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ മോഡൽസിൻ്റെ 5 മെയിൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 5 മെയിൻ എലമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. Aristotle model of communication doesn't assign any importance to the role of feedback in communication. Aristotle model of communicationൽ ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് പ്രശ്നമാകുന്നില്ല. Aristotle even identified 3 elements that have the power to improve communication. Aristotle മോഡൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്: 1 ഈത്തോസ്, ക്രെഡിബിലിറ്റി; പാത്തോസ്, എബിലിറ്റി ടു കണക്റ്റ്; ലോഗോസ്, ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. ഈ മോഡൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹൗ ടു ബിക്കം എ മോർ എഫക്റ്റീവ് ആൻഡ് പെർസ്യൂസീവ് കമ്മ്യൂണിക്കേറ്റർ. നല്ല ഇഫക്റ്റീവായിട്ടുള്ള പെർസ്യൂസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്ററെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡലാണിത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പറയുന്നത് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 1948 ഉണ്ടാക്കിയ ഒരു ഫ്രെയിം വർക്കാണ്. ഹരോൾഡ് ലാസ്വെൽ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ പിന്നിൽ. കമ്മ്യൂണിക്കേഷൻ അനലൈസ് ചെയ്യുന്നു. എങ്ങനെ? 5 കീ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അനലൈസ് ചെയ്യുന്നത്. ഹൂ, ആരാണ് കമ്മ്യൂണിക്കേറ്റർ? സീസ് വാട്ട്, എന്താണ് മെസ്സേജ്? ഇൻ വാട്ട് ചാനൽ, എന്ത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്തത്? ടു ഹും, ആരാണ് ഈ ഐഡിയ റിസീവ് ചെയ്യുന്നത്? ആൻഡ് വിത്ത് വാട്ട് എഫക്റ്റ് ഔട്ട്കം, അതായത് ഔട്ട്കം എന്താണ് അതിൻ്റെ റിസൾട്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നത് to understand the center, content, medium, audience and impact of a message. സെൻറ്ററിനെ മനസ്സിലാക്കുക, കണ്ടൻറ്റ് മനസ്സിലാക്കുക, മീഡിയം, അതുപോലെ ഓഡിയൻസ്, അതിൻ്റെ മെസ്സേജിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുക. ലാസ്വെൽ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹൂ, സേസ് വാട്ട്, ഇൻ വാട്ട് ചാനൽ, ടു ഹോം, വിത്ത് വാട്ട് എഫക്റ്റ്, ഔട്ട്കം. ഒരു സിമ്പിൾ വേ ഓഫ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ലാസ്വെൽസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ 5 കമ്പോണൻറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മറക്കാതിരിക്കാൻ ഒന്നും കൂടി നോക്കാം. ഹൂ, ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഉറവിടം എന്താണ്? ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ക്രിയേറ്റിംഗ് ആൻഡ് സെൻഡിങ് ദ മെസ്സേജ്. ഹൂ ഈസ് ദ പേഴ്സൺ ടു സെൻഡ് ദ മെസ്സേജ്? സെക്കൻഡ് വൺ, സേസ് വാട്ട്, എന്താണ് മെസ്സേജ്? വാട്ട് ഈസ് ആക്ച്വലി ദ കോണ്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ്? എന്ത് കോണ്ടൻറ്റാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇൻ വാട്ട് ചാനൽ, ദറ്റ് മീൻസ് മീഡിയം. ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ടെലിവിഷൻ വഴിയാണോ, റേഡിയോ വഴിയാണോ, ന്യൂസ് പേപ്പർ വഴിയാണോ, അതാണ് ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ടു ഹും,
ആരാണ് റിസീവർ, ആരാണ് ഓഡിയൻസ്, ആരാണിത് കേൾക്കുന്നത്, റിസീവ് ചെയ്യുന്നത് ആരാണ്, അതുപോലെ വിത്ത് വാട്ട് എഫക്റ്റ്, എന്താണ് അതിൻ്റെ റിസൾട്ട് അഥവാ ഔട്ട്കം. അപ്പോൾ മെയിനായിട്ടുള്ള 5 കമ്പോണൻസ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ലീനിയർ മോഡലിൻ്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് കമ്മ്യൂണിക്കേഷൻ ആസ് വൺ വേ പ്രോസസ് ഫ്രം സെൻഡർ ടു റിസീവർ. അതായത് ലീനിയർ മോഡൽ എന്ന് പറയുന്നത് ഒരു വൺ വേ പ്രോസസ്സാണ്. സെൻഡറും റിസീവറും മാത്രമേ ഉണ്ടാവൂ. വൺ വേ പ്രോസസ്സ് എന്ന് വെച്ചാൽ സെൻഡർ ആൻഡ് റിസീവർ. അനലിറ്റിക്കൽ ടൂൾ. The model serves as an analytical framework to dissect and understand communication act. അതായത് നമുക്ക് ഡിസെക്റ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ആക്ട്സിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫോക്കസ് ഓൺ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത് മാസ് മീഡിയ, പ്രൊപ്പഗണ്ട ആൻഡ് പെർsuasion അനലൈസ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. എക്സാമ്പിൾ, ഹൂ, എ ടെലിവിഷൻ ന്യൂസ് ആങ്കർ, സേസ് വാട്ട്, എ റിപ്പോർട്ട് ഓൺ എ ന്യൂ പോളിസി, in what channel, the television news broadcast, to whom, the general public. അതായത് ആരാണ് ന്യൂസ് മെസ്സേജ് വിടുന്നത്, അതൊരു ടെലിവിഷൻ ന്യൂസ് ആങ്കറാണ്. എന്താണ് പറഞ്ഞത്, ഒരു ന്യൂ പോളിസിയെ പറ്റിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഏത് ചാനലിലാണ് പറഞ്ഞത്, ടെലിവിഷൻ ചാനലിലാണ്. ആരാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഓഡിയൻസ് എന്ന് വെച്ചാൽ ടു ഹും, ആരോടാണ് അവർ പറഞ്ഞത്, ജനറൽ പബ്ലിക്കിനോടാണ് പറഞ്ഞത്. വിത്ത് വാട്ട് എഫക്റ്റ്, എന്താണ് അതിൻ്റെ എഫക്റ്റ്, ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ന്യൂസ് പോളിസി ആൻഡ് പൊട്ടൻഷ്യലി ഇൻഫ്ലുവൻസ് ദെയർ വ്യൂസ്. അതായത് പുതിയതായിട്ട് വന്നിരിക്കുന്ന പോളിസിയെ പറ്റി എന്തായാലും പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ മോഡലാണ് ഷാനൻ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് സ്ട്രെസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് മെസ്സേജസ് ഫോർ ദം ടു ബി ട്രാൻസ്മിറ്റഡ്. കറക്റ്റായിട്ട് മെസ്സേജ് എൻകോഡ് ചെയ്യുകയും ഡീകോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മിസ്ഹിയറിംഗ് ആകാതെ, അതായത് എറർ ഉണ്ടാവാതെ കേൾക്കുക. ദ ഷാനൻ വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ കൺസിഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ ടു ഒക്കർ ഇൻ 5 പാർട്സ്. അതും 5 പാർട്സ് തന്നെയുണ്ട്. സെൻറ്റർ, എൻകോഡർ, ചാനൽ, ഡീകോഡർ, റിസീവർ. എപ്പോഴും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വോയിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വോയിസ് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് നല്ലതായിട്ട് കൺവേ ചെയ്യപ്പെടില്ല. അപ്പോൾ എന്താണോ നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എൻകോഡ് ചെയ്യപ്പെടുകയും പ്രോപ്പർ ചാനലിൽ കൂടെ പോവുകയും അത് ഡീകോഡ് ആകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയുള്ള മോഡലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഷാനൻ മോഡൽ. ിലേക്ക് പോകാം. അതിലൊരു സെൻറ്റർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദ ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ്, ആരാണോ മെസ്സേജ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് സോഴ്സ് അഥവാ സെൻറ്റർ എന്ന് പറയുന്നത്. എൻകോഡർ, ദ ട്രാൻസ്മിറ്റർ ആണ് ഉപയോഗിക്കുന്നത്, വിച്ച് കൺവേർട്സ് മെസ്സേജ് ഇൻ ടു സിഗ്നൽ. അതായത് നമ്മൾ മെസ്സേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻകോഡ് ചെയ്യപ്പെടുന്ന ഒരു പാതയുണ്ട്. അടുത്തത് ഡീകോഡർ, ദ റിസപ്ഷൻ ഓഫ് ദ സിഗ്നൽ. അതായത് അത് റിസീവ് ചെയ്യപ്പെടുന്നത് കറക്റ്റാണോ, അത് നല്ല മെസ്സേജുകളായിട്ട് പോകണമെങ്കിൽ എൻകോഡിങ്ങും ഡീകോഡിങ്ങും നന്നായിരിക്കണം. റിസീവർ, നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് കറക്റ്റായിട്ട് റിസീവ് ചെയ്യുന്നത് ആരാണോ അതാണ് റിസീവർ. കാര്യവും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് നോയ്സ്. ദ മെസ്സേജ് ട്രാൻസ്ഫർ ആകുമ്പോൾ എൻകോഡ് ചെയ്യപ്പെടുകയും കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പ്രോപ്പർ ചാനലിലൂടെയാണ്. അങ്ങനെ കറക്റ്റായിട്ട് ചാനലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് തണ്ടർ അല്ലെങ്കിൽ ഓൺ സൗണ്ട്, ക്രൗഡ് നോയ്സ്, ഇതെല്ലാം ഈ മെസ്സേജ് കൺവേ ചെയ്യപ്പെടുമ്പോൾ ഡിസ്ട്രാക്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് റിസീവറിന് കിട്ടുന്നത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഷാനൻ വീവർ മോഡലാണ്. അതിലെ നോയ്സ് എന്ന് പറയുന്ന പാർട്ടാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ്.
അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വോസ്ഗുഡ്-സ്ട്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. വോസ്ഗുഡ്-സ്ട്രാം മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് റെസിപ്രോക്കൽ എന്ന് പറയുന്ന കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സെൻറ്റർ റിസീവറുമാകുന്നു, റിസീവർ സെൻറ്ററുമാകുന്നു. അതായത് ദേ ആർ ആക്ച്വലി ഇൻ്റർചേഞ്ചിങ് ദ റോൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ്. അതായത് എൻകോഡർ ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചബിളിയാണ് നടക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ മോഡലാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡലായിട്ട് കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഫീഡ്ബാക്ക് വളരെ കറക്റ്റായിട്ട് നടന്നെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് നടത്താൻ പറ്റുന്ന ഒരു മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഈ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.